നമസ്കാരം. ഓം 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 സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ശ്രീമദ് ദേവി ഭാഗവതം സ്കന്ധം 1 അധ്യായം 9 52 ശ്ലോകമാണ് ഇനി പാരായണം ചെയ്യേണ്ടത്. ബ്രഹ്മാവിനെ രക്ഷിക്കാൻ ചെന്ന മഹാവിഷ്ണു ഇപ്പോൾ അപകടത്തിലായിരിക്കുകയാണ്. മഹാവിഷ്ണുവിന് മധുകൈടഭന്മാരെ തോൽപ്പിക്കാൻ കഴിയുന്നില്ല. അദ്ദേഹം വളരെ ക്ഷീണിച്ചുപോയി. അപ്പോൾ വിഷ്ണു പരിതപിക്കുകയാണ് ദേവിയോട്. ഈ 2 പാപികളും കൂടി എന്നെ കൊല്ലാൻ തുടങ്ങുകയാണ്. ഞാൻ എന്തു ചെയ്യാനാണ്? എൻ്റെ ശക്തിയെല്ലാം അസ്തമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ദേവിയെ പ്രണമിച്ചുകൊണ്ട് ജഗന്നാഥനും സനാതനനുമായ വിഷ്ണു നിൽക്കുമ്പോൾ ദേവി അദ്ദേഹത്തെ ആശ്വസിപ്പിക്കുന്നു. ഇവരെ, ഈ ശൂരന്മാരായ ഈ 2 പേരെയും ചതി ചെയ്ത് മോഹിപ്പിച്ചാലേ അവരെ കൊല്ലാൻ കഴിയൂ. ഞാൻ ഈ 2 അസുരന്മാരെയും തീർച്ചയായും എൻ്റെ കടാക്ഷത്താൽ മോഹിപ്പിച്ചു കൊള്ളാമെന്ന് വിഷ്ണുവിനെ ആശ്വസിപ്പിക്കുന്നു. സ്കന്ധം 1 അധ്യായം 9 52 53 ശ്ലോകങ്ങൾ ചൊല്ലാം. ജഹി നാരായണാശുത്വം മമ മായാവിമോഹിതൗ തച്ഛുത്വാ വചനം വിഷ്ണു തസ്യ പ്രീതിരസാന്വിതം സംഗ്രമസ്ഥലമാസാദ്യ തസ്തൗ തത്ര മഹാർണവേ തദാ യാദൗ ച തൗ വീരൗ യുദ്ധകാമൗ മഹാബലൗ. 52-53 ശ്ലോകങ്ങളുടെ അർത്ഥം. എൻ്റെ മായയാൽ മോഹിതരായ അവരെ അല്ലയോ വിഷ്ണു, അങ്ങേക്ക് വേഗം കൊല്ലാം. ദേവിയുടെ ആനന്ദപ്രദമായ ഈ വാക്ക് കേട്ടിട്ട് വിഷ്ണു മഹാസമുദ്രത്തിൽ യുദ്ധം ചെയ്യാനുള്ള സ്ഥലത്ത് ചെന്ന് നിൽപ്പായി. അപ്പോൾ മഹാശക്തന്മാരും യുദ്ധക്കൊതി പൂണ്ടവരുമായ 2 ദാനവന്മാരും അവിടെ എത്തി. ശ്ലോകം 54. വീക്ഷ്യ വിഷ്ണും സ്ഥിതം തത്ര ഹർഷയുക്തൗ ബഭൂവതുഃ തിഷ്ടതിഷ്ടമഹാകായ കുരുയുദ്ധം ചതുർഭുജ. വിഷ്ണുവിനെ അവിടെ കണ്ടപ്പോൾ ഇരുവർക്കും സന്തോഷമായി. 4 കൈയുള്ളവനെ, തടിമാടാ, നിൽക്ക്, ഞങ്ങളോട് യുദ്ധം ചെയ്യ. ശ്ലോകം 55. ദൈവാധീനൗ വിദിത്വാദ്യ നൂനം ജയപരാജയൗ സബലോ ജയമാപ്നോതി ദൈവാജയതി ദുർബലഃ. ജയവും തോൽവിയും ദൈവാധീനമാണെന്നറിഞ്ഞിട്ട് യുദ്ധം ചെയ്യണം. ബലമുള്ളവർ ജയിക്കും. ദുർബലൻ ദൈവാധീനത്താൽ ജയിച്ചുകൂടാ എന്നുമില്ല. ശ്ലോകം 56. സർവധൈവ ന കർത്തവ്യൗ ഹർഷശോകൗ മഹാത്മനാഃ പുരാ വൈ ബഹവോ ദൈത്യ ജിതാദാനവവൈരിണാം. യുദ്ധത്തിൽ ജയിച്ചാൽ സന്തോഷമോ പരാജയപ്പെട്ടാൽ ദുഃഖമോ ഒരു മഹാത്മാവിനുണ്ടായിക്കൂടാ. ദാനവ വൈരിയായ നീ പണ്ട് എത്രയോ അസുരന്മാരെ കീഴടക്കിയിരിക്കുന്നു. ശ്ലോകം 57. അധുനാ ജാനയോസാർത്ഥം യുദ്ധ്യമാന പരാജിതഃ. ഒരു വരി ശ്ലോകമേ ഉള്ളൂ. ശ്ലോകം 57. ഇപ്പോൾ യുദ്ധത്തിൽ നീ ഞങ്ങളോട് തോറ്റിരിക്കുന്നു. അതിനാൽ എന്താ? ലോകാ സമസ്ത സുഖിനോ ഭവന്തു.